രാഖി പിന്നിൽ തെളിഞ്ഞു. അതെ അതെ, മൈജി അല്ലേ? അപ്പൊ മൈജി എന്ന വാക്കിൽ തന്നെ ഒരു വലിയ കൗതുകമുണ്ട്. അതെ, എന്റെ അതോടൊപ്പം തന്നെ പറയുക ഓരോരുത്തരെ കൊണ്ട് മൈ ജി എന്ന് പറയുക. അതെ, നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പോലെ മൈജി ഓണം എന്നാലേ മാസം ഓണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഓണക്കാലം എത്തുമ്പോൾ മൈജിയെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. ചില പരസ്യവാചകങ്ങൾ നമ്മുടെ മനസ്സിൽ കയറി പറ്റും. അതെ, ഇപ്പോൾ അതുപോലെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന മൈജി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും മൈജി ഓണം, മാസം. അതെ, അതായത് പുതിയ കാലവുമായി ചേർത്ത് വെച്ചൊരു പരസ്യവാചകമാണ്. ഈ മാസം എന്ന വാക്ക് പണ്ടേ ഉണ്ടെങ്കിലും പറഞ്ഞ് ശീലിച്ചു തുടങ്ങിയത് ഈ പുതിയ കാലത്താണ്. അപ്പോൾ മൈജി ഓണം, മാസോണം. അപ്പോൾ അവരുടെ പുതിയ അൾട്ടിമേറ്റ് ആന്തം അതാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അങ്ങനെ ഓണമിങ് എത്തി, പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മൈജിയുടെ ഓണം ക്യാമ്പയിനും തുടക്കമാവുകയാണ്. മൈജി ഓണം മാസോണം സീസൺ 4 ക്യാമ്പയിനാണ് പുത്തൻപുള്ളരിയിലൂടെ തുടക്കമാകുന്നത്. മലയാളത്തിലെ അതുല്യ താരങ്ങൾ മഞ്ജു വാര്യരും ടൊവിനോ തോമസും അഭിനയിച്ച സൂപ്പർ മ്യൂസിക്കൽ ഫിലിം മൈജി ഞങ്ങൾ പ്രേക്ഷക സമക്ഷം അവതരിപ്പിക്കുകയാണ്. ഓണത്തിന്റെ സമൃദ്ധിയെ ആഘോഷിക്കുന്നതിനും ലോകമെങ്ങുമുള്ള മലയാളികളുമായി സംവദിക്കുന്നതിനുമായി മൈജി ഒരുക്കിയ അൾട്ടിമേറ്റ് ഓണം ആന്തമാണിത്. പ്രശസ്ത ഫിലിം മേക്കർ മൃദുൽ നായരാണ് പരസ്യചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മൈജിയുടെ 30 കോടിയുടെ ഡിസ്കൗണ്ടും ആകർഷകമായ ഓണം ഓഫറുകളും സമ്മാനങ്ങളും അറിയിക്കുന്ന ഭാഗ്യവഞ്ചിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. മൂന്ന് മിനിറ്റ് പോയത് അറിഞ്ഞില്ല. അതെ, വളരെ സുന്ദരമായ ഗാനം, ഒരു ഓളം. ശരിക്കും നമ്മളൊരു ഓണം വൈബിലേക്ക് വന്നു കഴിഞ്ഞു. തീർച്ചയായും. അതായത് കഴിഞ്ഞ പരസ്യം അങ്ങനെയായിരുന്നു. ടൊവിനോയും മഞ്ജു വാര്യറും പിന്നെ ഒത്തിരി പേര്, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് 800 പേരാണ് ഈ പരസ്യചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്, അതിൻ്റെ ഭാഗമായിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും പേർ ഉൾക്കൊള്ളുന്ന പരസ്യം ഉണ്ടാവുക. ചെറിയ ചെലവല്ല എന്ന് വ്യക്തവുമാണ് അല്ലേ? അതോടൊപ്പം തന്നെ ഞാൻ ഈ പരസ്യത്തിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആ ദൃശ്യത്തിൽ പറഞ്ഞതുപോലെ 30 കോടിയുടെ ഉറപ്പാകുന്ന സമ്മാനങ്ങളാണ്, വലിയ ഡിസ്കൗണ്ടുകളുണ്ട്, അതേക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ മൈജിയുടെ സമ്മാനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. കഴിഞ്ഞ വർഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ സഹോദരിക്ക് മൈജിയുടെ സമ്മാനം ലഭിച്ചു. ഓണത്തിന് മൈജി ഓണം മാസോണം നൽകുന്ന സമ്മാന പെരുമഴയിൽ ഒരു വലിയ സമ്മാനം അടിച്ചു. ആ സന്തോഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എങ്ങനെയാണ് അവർ പങ്കുവച്ചതെന്ന്. എന്തായാലും അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കും ആ സമ്മാനങ്ങൾ ലഭിക്കട്ടെ. ഇപ്പോൾ ഈ പരസ്യചിത്രത്തിന്റെ അവസാന ഭാഗത്ത് ഒരാൾ വരുന്നുണ്ട്, എല്ലാവർക്കും പരിചിതമായ മുഖമാണ്. അത് മൈജിയുടെ എല്ലാമായ ഷാജി. അപ്പോൾ ഷാജി ചേട്ടാ, ഞങ്ങള് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മൈജി ഓണം മാസോണം അല്ല, ഷാജി ഓണം മാസോണം. എല്ലാ ആശംസകളും നേരുന്നു. ഒന്നാം തരം ആന്തം, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനിയും മുന്നേറുക.